നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുക്കളക്കത്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു യുവാവിൻ്റെ ജനനേന്ദ്രിയം യുവതി മുറിച്ചൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഏറെ ഭയാനകമായ വിചിത്രമായൊരു സംഭവമാണ് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത്. ബീഹാർ സ്വദേശിയായ വിജയകുമാർ യാദവ് എന്നയാളാണ് യുവതിയുടെ ക്രൂര ആക്രമണത്തിനിരയായത്. അതും വെറും നിസ്സാര കാരണം ചൂണ്ടിക്കാട്ടി എന്നതുകൂടിയാണ് വിജയകുമാർ ആരോപിക്കുന്നത്. വിജയകുമാർ യാദവിൻ്റെ കൈകളും കാലും കണ്ണുമൊക്കെ തന്നെ കെട്ടിയിട്ട് ഇയാളുടെ ഫോണും യുവതി കവർന്ന് കടന്നു കളഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം വീട് വിട്ട് ഇക്കാര്യം വീട്ടുടമയെ അറിയിക്കുകയും ചെയ്തു. വിജയകുമാർ തന്നെ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തതിലാണ് യുവതി അസംതൃപ്തയായതും അതിൽ ഇങ്ങനൊരു പ്രതികരണം നടത്താൻ തയ്യാറായതും. യുവതിയും വിജയകുമാറും ലിവിൻ റിലേഷനിലായിരുന്നു. 4 മാസമായി ലിവിൻ പാർട്ണറായ യുവതിക്കൊപ്പം തന്നെയായിരുന്നു താമസിച്ചിരുന്നതും. എന്നാൽ പ്രകോപിതയാക്കിയ കാര്യമെന്ന് പറയുന്നത് ഇയാൾക്ക് ലഭിക്കുന്ന മുഴുവൻ പണവും അയാളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് യുവതിയെ ചൊടിപ്പിച്ചത്. യുവാവ് ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കിയായിരുന്നു തക്കം പാർത്ത് ആക്രമണം നടത്തിയത്. കൈയും കാലും കെട്ടിയിട്ട് യുവാവിൻ്റെ ഫോൺ കവർന്നെടുത്ത് ശേഷം വീട്ടിൽ നടന്ന സംഭവം വീട്ടുടമയെ വിളിച്ചു പറയുകയും ചെയ്തു. തന്നെ വേണ്ട വിധത്തിൽ വിജയകുമാർ പരിപാലിച്ചില്ല എന്നുള്ള ആരോപണം തന്നെയാണ് യുവതി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ അങ്ങേയറ്റം അസ്വസ്ഥയായിരുന്നു താനെന്നും അവർ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിവരുന്നത്. യുവാവ് സമ്പാദിക്കുന്ന പണം മുഴുവൻ വീട്ടിലേക്ക് അയക്കുന്നതിൽ സീത എന്ന യുവതി കടുത്ത അതൃപ്തിയാണ് പങ്കുവച്ചത്. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് സീത തന്നെ ആക്രമിച്ചതായി വിജയകുമാർ പോലീസിനോട് പറയുന്നത്. യുവതിയും ബീഹാർ സ്വദേശിനിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണവും നടത്തിവരുന്നുണ്ട്. അതേസമയം മറ്റൊരിടത്ത് ആൺകുട്ടികളോട് സംസാരിച്ചത് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ സഹോദരിമാരെ രണ്ടാനച്ഛൻ കഴുത്തറുത്ത് കൊന്നൊരു നടുക്കുന്ന സംഭവവും പുറത്തുവരുന്നുണ്ട്. കർണാടകയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദാസർഹള്ളിയിലെ കാവേരി ലേഔട്ടിൽ സഹോദരിമാരായ സ്കൂൾ വിദ്യാർത്ഥിനികളെയാണ് രണ്ടാനച്ഛൻ കഴുത്തറുന്ന് കൊലപ്പെടുത്തിയത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സോണി, 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രുതി എന്നീ 16-14 വയസ്സുള്ള കുട്ടികളാണ് മരണപ്പെട്ടത്. പ്രതി മോഹൻ നിലവിൽ ഒളിവിലാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ സ്വദേശിയാണ് മോഹൻ. 9 വർഷം മുൻപാണ് യുപിയിലെ ഗോരഖ്പൂർ സ്വദേശിനിയായ അനിത യാദവിനെ മോഹൻ വിവാഹം ചെയ്തത്. ദാസർഹള്ളിയിലെ ഒരു വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ചെയ്യുകയായിരുന്ന അനിത ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടികളെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഹനാണ് ഈ കൃത്യം ചെയ്തതെന്നും മക്കൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നത് കൊണ്ട് ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നു, വഴക്കുണ്ടാക്കുകയായിരുന്നു എന്നാണ് അവരും ആരോപിച്ചത്. മക്കൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു, അവർ കുട്ടികളല്ല എന്നും നിങ്ങൾക്ക് സ്ത്രീകളോട് സംസാരിക്കണമെങ്കിൽ അവർ എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് സംസാരിക്കുന്നതിന് എന്തിനാണ് പ്രശ്നമെന്നും ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ പെൺകുട്ടികളെ ആൺകുട്ടികളിൽ നിന്നും വേറിട്ട് നിർത്തണമെന്ന നിർബന്ധമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. മൃതദേഹത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടെന്ന് പോലീസും പറഞ്ഞു. മോഹനായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അനിതയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.